ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്നെൻ്റെ പ്രീ ബർത്ത്ഡേ ഒരു സെൽഫ് കെയർ വീഡിയോ ആയിരിക്കും. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ജസ്റ്റ് ബർത്ത്ഡേക്ക് മുന്നേ ചെയ്യുന്നതെന്നാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞാൻ ഇതുവരെയും ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിട്ടില്ല. എനിക്ക് വേണ്ടി ചെയ്തിട്ടുമില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു എന്താ നമ്മളുടെ ബർത്ത്ഡേ നമ്മൾ തന്നെ ആഘോഷിക്കണം, നമുക്ക് വേണ്ടി വേറെ ആരും ആഘോഷിക്കാൻ വരത്തില്ല. അപ്പോൾ ഇതൊരു സെൽഫ് കെയറിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ലോ ബഡ്ജറ്റിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് സെൽഫ് കെയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. സോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാനപ്പോൾ ആദ്യം തന്നെ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞാൻ ജസ്റ്റ് അങ്ങനെ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഷോപ്പിൽ പോയിട്ട് 2-3 ഡ്രസ്സ് ട്രൈ ചെയ്തു. പെട്ടെന്ന് തന്നെ ഒരു ഡ്രസ്സ് എടുത്തു. അപ്പോൾ ഞാൻ അതും കൂടി ഒരു ക്ലിപ്പായിട്ട് ആഡ് ചെയ്യാം. പിന്നെ എൻ്റെ മെയിൻ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ത്രെഡ് ചെയ്യണം, പിന്നെ എന്തെങ്കിലും മാസ്ക് ഒക്കെ ഇടണം, പിന്നെ എന്തെങ്കിലും നെയിൽസൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കടയിൽ പോയിട്ടല്ല, ജസ്റ്റ് ഞാൻ തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെൽഫ് കെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയി. എന്നിട്ട് ഞാൻ ടോപ്പ് എടുക്കണം ഡ്രസ്സ് എടുക്കുമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഞാൻ ഡ്രസ്സ് എടുത്തു. ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസമാണ്. അപ്പം ഞാൻ ഇന്ന് കുറച്ച് വർക്ക് ഉണ്ട് ചെയ്യാൻ. അപ്പം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനിപ്പോൾ റൂമിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബോബ് ദ ബിൽഡർ ക്യാൻ വി ഫിക്സ് ഇറ്റ് അത് കാണുകയാണ്. ഞാൻ പുറക്കത്തുനിന്ന് എണീറ്റേ ഉള്ളൂ. കുറച്ച് പണിയുണ്ട്, അപ്പം അത് ചെയ്യണം. ഓക്കെ. പിന്നെ ഞാൻ ജസ്റ്റ് ഷാമ്പൂ ഒക്കെ ഇട്ട് മുടി ഒന്ന് കഴുകി എന്നിട്ട് ഞാനിപ്പോൾ എയർ ഡ്രൈ ചെയ്യുകയാണ്. കാരണം എനിക്ക് പുറത്ത് പോകണമായിരുന്നു ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എയർ ഡ്രൈ ഒക്കെ ചെയ്തു. അങ്ങനെ ഞാൻ പാർലറിലെത്തി. എന്നിട്ട് ഞാൻ ത്രെഡൊക്കെ ചെയ്യാനിരുന്നത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടി റോസ് വാങ്ങിക്കാം. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് വേണ്ടി ഒരു ഫ്ലവർ വാങ്ങുന്നത്. ഇത്രയും നാൾ ഞാൻ ജീവിച്ചിട്ട് ഞാൻ ഇതുവരെ എനിക്ക് വേണ്ടി ഫ്ലവേഴ്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ഷോപ്പിൽ പോയി. എന്നിട്ട് ഞാൻ ഏത് എടുക്കണം എന്നിങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്, റെഡ് ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ എനിക്ക് പിങ്കും വാങ്ങണം എന്നുണ്ടായി. അപ്പോൾ ഞാൻ ഈ 3 കളറാണ് എടുത്തത്. അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾക്ക് സന്തോഷം വരാൻ നമ്മൾ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്താൽ മതി. ഇതിന് ഒരുപാട് നമുക്ക് കാശൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഞാൻ 3 റോസ് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കടയിൽ പോയിട്ട് ഒരു കേക്ക് എടുത്തു, പിന്നെ ക്യാൻഡിൽ വാങ്ങിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചു ഒരു ഫേക്ക് നെയിൽസും കൂടി വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അതും കൂടി ആഡ് ചെയ്തു എൻ്റെ ലിസ്റ്റിൽ. അതൊട്ടിക്കാനുള്ള നൈറ്റ് ആയപ്പോൾ കുറച്ച് വർക്ക് ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ ഫിലിം കണ്ട് അങ്ങനെ കുറച്ച് നേരം വർക്ക് ചെയ്തിരുന്നു. ക്യൂനാണ് കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ നൈസായിരുന്നു സിനിമ കണ്ടുകൊണ്ടിരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്. അങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു നൈറ്റ്. പക്ഷെ ഞാൻ അറിഞ്ഞില്ല എൻ്റെ ഫ്രണ്ട് എനിക്ക് സർപ്രൈസ് തരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, എൻ്റെ റൂംമേറ്റ്. അപ്പം ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അപ്പം നമ്മുടെ ലൈഫിൽ അങ്ങനെയാണ് ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കാതെ നമുക്ക് ചിലപ്പോൾ നല്ല സന്തോഷം വരുന്ന കാര്യങ്ങൾ വരും. അപ്പം അങ്ങനെ ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്യാണ് നൈറ്റ്. അപ്പോൾ സൂച്ചു എൻ്റെ അടുത്ത് കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ വിഷ് ചെയ്യാൻ പറയായിരുന്നു. പക്ഷെ എനിക്കൊരു വിഷയം കിട്ടുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ലൈഫിൽ അങ്ങനെയാണ്, ചില സമയത്ത് നമ്മൾ വിചാരിക്കാത്ത കുറേ കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഇത്ര ഉണ്ടായുള്ളൂ. ടാറ്റാ.